പ്രസക്തമായ ഒരു ചോദ്യം, റേഡിയോ ഒരു പാട്ടുപെട്ടി മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ, റേഡിയോ ഉണ്ടായത് തന്നെ പാട്ടിന് വേണ്ടിയല്ല, മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള യുദ്ധങ്ങളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. റേഡിയോ പ്രസാരണം ആദ്യമായി ഉപയോഗിച്ചത് യുദ്ധരംഗത്ത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ്. പാട്ടിന് വേണ്ടി തുടങ്ങിയ ഒരു മാധ്യമം അല്ല ഇത് എന്നുള്ളത് കൂടി ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. ഇനി ഒരു ദൃശ്യസാധ്യത ഇല്ലാത്തൊരു സമയത്താണ്, അതായത് മനുഷ്യൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നതിന് മുൻപാണ് റേഡിയോ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ഫാൻ ഫോളോയിങ്ങും ഇത്ര വലിയൊരു സാധ്യതയും റേഡിയോയ്ക്ക് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ഈ ദൃശ്യ സാധ്യത വന്നതോടുകൂടി, അപ്പം മിഥുനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ, മിഥുൻ റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എല്ലാ ആഴ്ചയിലും മിഥുൻ കേരളത്തിലേക്ക് ദൃശ്യമാധ്യമത്തിലേക്ക് വരികയാണെന്നുള്ളതാണ്. ഈ ദൃശ്യമാധ്യമത്തിൽ നിന്നും ഒരു വിടുതൽ ശ്രവ്യ മാധ്യമത്തിന് ഇല്ല എന്നുള്ളതാണ്. അത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ പാട്ട് കേൾക്കുവാൻ വേണ്ടി മാത്രമല്ല നമ്മൾ റേഡിയോ കേൾക്കുന്നത് എന്നുള്ളത്. സംഗീതവും ശബ്ദമാണ്, നാം സംസാരിക്കുന്നതും ശബ്ദമാണ്. ഇത് ശബ്ദത്തിൻ്റെ ഒരു മാധ്യമമാണ് എന്നുള്ളതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പാട്ട് പിൽക്കാലത്ത് വന്നതാണ്. പാട്ടിന് വേറെ സാധ്യതകളും എല്ലാം കൂടി വന്നു. ഇനി മിഥുൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് കൂടി മാത്രം ഞാൻ എൻ്റെ അഭിപ്രായം പറയാനുള്ളത്, ഈ ഗൾഫിലെ റേഡിയോയ്ക്കുള്ളൊരു വ്യത്യാസം, അതൊരു സാമൂഹ്യ മാധ്യമം കൂടി, ഒരു സാമൂഹ്യ സേവന രംഗം കൂടിയാണ് എന്നുള്ളത്. ആകാശവാണിയുടെ ആദ്യകാലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അവസാന കാലം വരെ ആകാശവാണിയുടെ ചരിത്രം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇങ്ങനെയൊരു സമാന്തര സ്വഭാവം കൂടി എന്നും ഉണ്ടായിരുന്നു. കേരളത്തിലെ FM റേഡിയോയ്ക്കാണ് ഈ മിഥുൻ പറഞ്ഞ പ്രശ്നത്തിൻ്റെ അഭാവം ഉള്ളത് എന്നുള്ളതാണ്. കേരളത്തിലെ FM റേഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ അതല്ല. കേരളത്തിലെ FM റേഡിയോയിൽ വാർത്തകളോ വാർത്താധിഷ്ഠിത പരിപാടികളോ അവതരിപ്പിക്കുവാനുള്ള അംഗീകാരം സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഗൾഫിലെ റേഡിയോയെയും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റിനെയും ഒക്കെ ശക്തമാക്കുന്നത് അതാത് സമയത്തുള്ള വാർത്തകളോട് പ്രതികരിക്കുവാനുള്ള അനുമതി അതിനുണ്ട് എന്നുള്ളതാണ്. വാർത്തകളോട് പ്രതികരിക്കാനുള്ള അനുമതി ഇല്ലാത്തതാണ് ഒരു പാട്ടുപെട്ടി മാത്രമാണോ റേഡിയോ എന്നുള്ള ചോദ്യം തന്നെ വരാൻ കാരണമായി തീർന്നത്.